വിഷയാവതാരകൻ അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ പറഞ്ഞു, എണ്ണി നോക്കിയാൽ 300 അതിലധികമോ ഒക്കെ ബിദഅത്ത് ചെയ്യുന്നവരാണ് ഇപ്പോഴുള്ള സമസ്തക്കാർ അല്ലെങ്കിൽ സുന്നികൾ. അതുപോലെ തന്നെ പച്ചയായ ശിർക്കുകളും അവരുടെ ജീവിതത്തിൽ ഒരുപാട് ചെയ്യുന്നുണ്ട് എന്നൊക്കെ. അങ്ങനെയാണെങ്കിൽ ഇത്രയധികം ശിർക്ക് പച്ചയ്ക്ക് ചെയ്യുന്ന ആളുകളെ എന്തുകൊണ്ട് നമ്മൾ മുശ്രിക്കെന്ന് വിളിക്കുന്നില്ല? അല്ലെങ്കിൽ ഇപ്പോഴും അതിൽ സാധാരണക്കാർ അറിവില്ലാതെ ചെയ്യുന്നു എന്ന് വേണമെങ്കിൽ വാദിക്കാം. പക്ഷെ അതിലിപ്പോൾ ഒരു മുസ്ലിയാരാണെന്ന് വിചാരിക്കുക, ഒരു സക്കാഫിയോ അസനിയോ ഫൈസിയോ ആണെങ്കിൽ പോലും അവർ സലാം പറഞ്ഞാൽ മുജാഹിദ് പ്രസ്ഥാനം സലാം അടക്കും, അവരുടെ കുട്ടികളെ കല്യാണം കഴിക്കുന്നുണ്ട്, അവരെ തുടർന്ന് നമസ്കരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ പറയുന്നതിൽ സത്യത്തിൽ ആത്മാർത്ഥതയുണ്ടോ എന്ന് നമ്മൾ സംശയിച്ചു പോകും. കാരണം ഒരുപാട് ബിദഅത്തിന്റെ കൊട്ടക്കണക്കിന് പറയുന്നു, ശിർക്ക് പച്ചക്ക് ചെയ്യുന്നു എന്ന് പറയുന്നു. ഇതിലൊന്നും അവർ ഇത്രയും പ്രസംഗിച്ചിട്ടും ഒരു മഹാഭൂരിപക്ഷ ആളുകൾ അതിൽ നിന്ന് പിന്മാറുന്നില്ല. ചിലരൊക്കെ പിന്മാറുന്നുണ്ട്, പ്രസ്ഥാനത്തിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇതിൽ പിന്മാറാതെ വീണ്ടും 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 ശിർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളോട് നമ്മൾ എന്തിന് സലാം പറയണം? എന്തിനാ അവരെ തുടർന്ന് നിസ്കരിക്കണം? എന്തിനാ അവരുടെ കുട്ടികളെ കല്യാണം കഴിക്കണം? ഇത്രയും ശിർക്ക് ചെയ്യുന്ന ആളുകളെ അങ്ങ് മുശ്രിക്കാണെന്ന് സമ്മതിച്ചുകൂടെ? പറ്റൂല. ഒരാളെ മുശ്രിക് എന്ന് പറയാനുള്ള അധികാരം അള്ളാഹു നമ്മളെ ഏൽപ്പിച്ചിട്ടില്ല. മുസ്ലിമും മുഅ്മിനും മുശ്രിക്കും കാഫിറുമായി ഒരാളെ വേർതിരിക്കാനുള്ള മാനദണ്ഡം ഓരോ വ്യക്തിയുമല്ല തീരുമാനിക്കുക. നമുക്കത് അധികാരവുമില്ല. ഇപ്പം വ്യക്തമായി നബി തങ്ങൾ പറഞ്ഞ കാര്യമാണ്, നമ്മളും അല്ലാത്ത നമ്മുടെ വ്യത്യാസം നമസ്കാരമാണ്. അത് ഉപേക്ഷിച്ചവൻ ഫഖദ് കഫറ, അവൻ കുഫ്റാണ് ചെയ്തത്. ഒരാൾ 10 കൊല്ലം നിസ്കരിച്ചില്ലെങ്കിലും അവനെ കാഫിർ എന്ന് വിളിക്കാൻ നമുക്ക് അധികാരമില്ല. അവൻ മരിച്ചാൽ അവനെ മയ്യത്ത് കുളിപ്പിക്കണം, അവനെ മയ്യത്ത് നിസ്കരിക്കണം, മുസ്ലിങ്ങളെ ഖബർസ്ഥാനിൽ അവനെ മറമാടണം. ഇസ്ലാമിക ഭരണമുള്ള രാജ്യത്താണെങ്കിൽ നമസ്കരിക്കാത്ത ഒരാളെ കൊന്നുകളയും, കൊന്നാലും അവനെ കുളിപ്പിച്ച് കഫൻ ചെയ്ത് നിസ്കരിച്ചു കൊണ്ടുപോയി മറമാടും. അവനെ കൊല്ലും, എന്നിട്ട് അവനെ കുളിപ്പിക്കും, കഫൻ ചെയ്യും, നിസ്കരിക്കും, കൊണ്ടുപോയി മറമാടും. അപ്പോൾ ഒരാളെ വ്യക്തിയെ കാഫിർ എന്ന് പറയാൻ, മുശ്രിക് എന്ന് പറയാൻ നമുക്ക് അധികാരമില്ല. അത് ഇസ്ലാമിക ഭരണമുള്ളയിടത്താണെങ്കിലും വ്യക്തികൾക്ക് അധികാരമില്ല. ഇസ്ലാമിക ഭരണമുള്ളയിടത്താണെങ്കിൽ ഇസ്ലാമിക കോടതി അല്ലെങ്കിൽ ഇസ്ലാമിക സർക്കാർ ഒരാൾ ശിർക്ക് ചെയ്യുന്നുവെന്ന് ബോധ്യമായി കഴിഞ്ഞാൽ അയാളെ അറസ്റ്റ് ചെയ്യും. അറസ്റ്റ് ചെയ്ത് ജയിലിൽ കൊണ്ടുപോയിടും. എന്നിട്ട് അയാളെ വിചാരണ ചെയ്യും, കോടതി മുമ്പാകെ ഹാജരാക്കും, അയാളെ വിചാരണ ചെയ്യും. എന്നിട്ട് അയാളുടെ വിശ്വാസം എന്താണെന്ന് പരിശോധിക്കും. ആ വിചാരണയുടെ അവസാനം കോടതി വിധി പറയും, അയാൾ മുശ്രിക്കാകുന്നു. അങ്ങനെ കോടതി വിധിച്ച ഒരാളെപ്പറ്റി പിന്നെ നമുക്ക് പറയാം. ഒരാളെപ്പറ്റി കോടതി അങ്ങനെ പറഞ്ഞാൽ, അല്ലെങ്കിൽ അവിടുത്തെ ഔദ്യോഗിക സംവിധാനം എന്താണോ ആ സംവിധാനം അങ്ങനെ പ്രഖ്യാപിച്ചാൽ നമുക്ക് അയാളെപ്പറ്റി പറയാം, അയാൾ മുശ്രിക്കാണ്, അയാൾ കാഫിറാണ്. അല്ലാത്ത കാലത്തോളം ഒരാൾ എങ്ങനെ ശിർക്ക് ചെയ്യുന്നത് കണ്ടാലും അയാൾ മുശ്രിക്കാണ് പറയാം. ഈ കാര്യം ശിർക്കാന്ന് പറയാം, ഇക്കാര്യം ശിർക്കാണ്, ശിർക്ക് ചെയ്യാൻ പാടില്ല, ശിർക്ക് ചെയ്താൽ നരകം നിർബന്ധമാണ്, സ്വർഗം ഹറാമാണ് എന്നൊക്കെ നമുക്ക് പറയാം. പക്ഷെ അവൻ മുശ്രിക്കാകുന്നു, അയാൾ കാഫിറാകുന്നു എന്ന് പറയാൻ, ഒരു മുസ്ലിമായ ആളെ കുറിച്ച് പറയാൻ നമുക്ക് അധികാരമില്ല. കാരണം തക്ഫീറിന് കുറേ ലവാബിത്തുണ്ട്, കുറേ ഷുറൂത്തുണ്ട്, അതിന് പരിഗണിക്കേണ്ട മവാനുണ്ട്, അതിൻ്റെ ഉദറുകളുണ്ട്. അതെല്ലാം നോക്കിയിട്ട് മാത്രമേ ഒരു വ്യക്തിയെ നമുക്ക് ആ നിലക്ക് പറയാൻ അധികാരമുള്ളൂ. എന്നാൽ പോലും ഒരു വ്യക്തിക്ക് അധികാരമില്ല അയാൾ അങ്ങനെയാണെന്ന് പറയാൻ. എന്നാൽ ഒരു ഇസ്ലാമിക ഗവൺമെൻറ് ഉണ്ടെങ്കിൽ ഗവൺമെൻറ് അധികാരമുണ്ട്, അവിടുത്തെ കോടതിക്ക് അധികാരമുണ്ട്, അവിടുത്തെ ഔദ്യോഗിക സംവിധാനം. ഇപ്പോൾ സൗദി അറേബ്യയിലൊക്കെ ആണെങ്കിൽ അവിടുത്തെ ലജ്ന ദായിമ ചിലപ്പോൾ ചില വ്യക്തികളെ പറ്റി പറഞ്ഞിട്ടുണ്ട്, ചില വ്യക്തികളെ കുറിച്ച് ലജ്നത്തു ദായിമ പറഞ്ഞിട്ടുണ്ട്, അയാൾ കാഫിറാണ്. അത് അയാളുടെ വിശ്വാസം കാര്യങ്ങൾ പരിശോധിച്ച് ആ നിലക്കുള്ള അന്വേഷണങ്ങൾ പൂർത്തിയാക്കിയിട്ട് അവർ പറയും. അപ്പം അങ്ങനത്തെ ഒരാളെ പറ്റി നമുക്ക് പറയാം. അതല്ലെങ്കിൽ അവിടുത്തെ ഇസ്ലാമിക കോടതികൾ പറയും, അപ്പം പറയാം. അതല്ലാത്തത്തോളം കാലം ഒരാൾ 10 കൊല്ലം നിസ്കരിക്കാതെ നടന്നാലും അയാൾ കാഫിറാണെന്ന് പറയാൻ അധികാരമില്ലാത്തതുപോലെ ഒരാൾ 10 കൊല്ലം ശിർക്ക് ചെയ്യുന്നത് കണ്ടാലും അയാൾ മുശ്രിക്കാണ് എന്ന് പറയാൻ അധികാരം റബ്ബ് നമ്മളെ ഏൽപ്പിച്ചിട്ടില്ല. നമുക്ക് അയാളുടെ പണി അയാൾക്ക് തൗഹീദ് പറഞ്ഞു കൊടുക്കലാണ്. ഇനി മാത്രമല്ല, അയാൾ തൗഹീദ് മനസ്സിലാക്കി വിചാരിക്കുക. അങ്ങനത്തെ തൗഹീദ് മനസ്സിൽ നമ്മളൊക്കെ തൗഹീദ് മനസ്സിലാക്കി വന്നവരാണല്ലോ. കുറേ കാലം ശിർക്ക് ചെയ്ത്, ഖുറാഫാത്ത് ചെയ്ത്, ബിദ്അത്ത് ചെയ്ത്, അതിന് പ്രചാരകരായി നടന്ന് പിന്നീട് തൗഹീദ് മനസ്സിലാക്കി വന്നപ്പോൾ നമ്മളാരും ശഹാദത്ത് കലിമ ചൊല്ലിയിട്ടല്ല വന്നത്. എന്നാൽ ഈ നാട്ടിലൊരു അമുസ്ലിമായ മനുഷ്യൻ തൗഹീദ് മനസ്സിലാക്കി വന്നാലോ ശഹാദത്ത് കലിമ ചൊല്ലി അയാൾ ഇസ്ലാമിലേക്ക് പ്രവേശിക്കണം. നമ്മളാരും എത്ര വരെ ശിർക്കിൽ മുഴുകിയവനും അയാൾ വരുമ്പോൾ ശഹാദത്ത് കലിമ ചൊല്ലിയിട്ട് അയാൾ വീണ്ടും മുസ്ലിം ആക്കിയിട്ടല്ല നമ്മൾ കൊണ്ടുവരുന്നത്. അപ്പോൾ അതിൽ ചില വ്യത്യാസങ്ങളുണ്ട് എന്ന് തന്നെയാണല്ലോ അത് നമ്മൾ അറിയിക്കുന്നത്. ഒരു മുസ്ലിമായ മനുഷ്യൻ ശിർക്ക് ചെയ്യുന്നതും അല്ലാത്തൊരു മനുഷ്യൻ ശിർക്ക് ചെയ്യുന്നതും, ഇവിടെ നമ്മുടെ നാട്ടിൽ ഹൈന്ദവന്മാർ ബഹുദൈവ ആരാധകന്മാരാണ്, ക്രൈസ്തവന്മാർ ബഹുദൈവ ആരാധകന്മാരാണ്. എന്നാൽ അവരിൽ ഒരാൾ മതം മനസ്സിലാക്കി വരുമ്പോഴുള്ളതും മുസ്ലിമായ ശിർക്കിൽ മുഴുകിയ ഒരാൾ തൗഹീദ് മനസ്സിലാക്കി വരുമ്പോഴും ഒരേ മാനദണ്ഡത്തിലല്ല നാം അവരെ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ അതിൽ മതപരമായി തന്നെ ചില വ്യത്യാസങ്ങൾ ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി ഒരു പാപത്തിൻ്റെ പേരിൽ, ശിർക്കിൻ്റെ പേരിൽ അല്ലെങ്കിൽ വൻപാപത്തിൻ്റെ പേരിൽ ഓരോ വ്യക്തിയെയും കാഫിറായി മുദ്ര കുത്തുന്ന പണി ഖവാരിജുകൾ തുടങ്ങിയതാണ്. അഹ്ലുസുന്നക്കാർ ഈ പണി ചെയ്യല്ല.
ഖവാരിജുകൾ തുടങ്ങി വെച്ചു. വൻപാപം ചെയ്തതിനെ പറ്റിയൊക്കെ അയാൾ കാഫിർ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് അവർ അലി കാഫിറാണെന്ന് പറഞ്ഞു. അതേപോലെ ആയിഷ ബീവിയെ പറ്റി പറഞ്ഞു. സ്വഹാബിമാരെ പലരെയും കുറിച്ച് പറഞ്ഞു. ഭൂരിപക്ഷം സ്വഹാബിമാരും പേരെടുത്ത് തന്നെ അവർ കാഫിറാണെന്ന് പറഞ്ഞു. അതിൻ്റെ പിന്മുറക്കാരായി വന്ന ആ വഴിക്ക് തുറന്നു വന്ന ആരെ കണ്ടോ ഓലക്ക പണി സ്വീകരിച്ചു. അതാ ലോകത്ത് നിന്ന് IS എന്ന ഇസ്ലാമിൻ്റെ ശത്രുക്കൾ ചെയ്യുന്നത്. അവർ മുസ്ലിമീങ്ങളായ ഭരണാധികാരികളെ, മുസ്ലിം നേതാക്കന്മാരെ, മുസ്ലിം പണ്ഡിതന്മാരെ ഒക്കെ അവർ കാഫിറുകളായി മുദ്ര കുത്തുന്നു. കാരണം ആ പണി അത്തരം ആളുകൾ ചെയ്തു വെച്ചതാണ്. അവിടെ ആ വഴി അറിഞ്ഞോ അറിയാതെയോ നമ്മൾ സ്വീകരിക്കാൻ പാടില്ല. അഹ്ലുസുന്നക്ക് അങ്ങനത്തെ രീതി പരിചയമില്ല. മാത്രവുമല്ല ലവാബിത്തു എന്ന പേരിൽ ധാരാളം ഗ്രന്ഥങ്ങൾ മുസ്ലിം ലോകത്ത് ലഭ്യമാണ്. അതൊക്കെ വെച്ചുകൊണ്ട് അതിനൊക്കെ ചില മാനദണ്ഡങ്ങളും ചില നിബന്ധനകളുമൊക്കെ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ വിവരിച്ചിട്ടുണ്ട്. അതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് മാത്രമേ അത്തരം വിഷയത്തിൽ കൈകാര്യം ചെയ്യാൻ നമുക്ക് അനുവാദമുള്ളൂ, നമുക്ക് അർഹതയുള്ളൂ. ഇല്ലെങ്കിൽ ഒരു പക്ഷേ നമ്മുടെ ഈമാൻ തെറ്റിപ്പോകാൻ അത് കാരണമായി മാറും എന്ന സൂക്ഷ്മത കൊണ്ടാണ് നമ്മൾ ആ പദങ്ങൾ പ്രയോഗിക്കാത്തത്. എന്നാൽ അക്കാര്യം ഷിർക്കാണെന്ന് പറയാം. ആ ഷിർക്ക് ചെയ്താൽ നരകം നിർബന്ധമാണെന്ന് പറഞ്ഞു കൊടുക്കാം, സ്വർഗം ഹറാമാണെന്ന് പറഞ്ഞു കൊടുക്കാം, തൗഹീദ് അയാൾക്ക് പഠിപ്പിച്ചു കൊടുക്കാം, അയാൾക്കത് മടങ്ങി വരാൻ വേണ്ടി പറയാം. അതൊക്കെ നമുക്ക് ചെയ്യാം. എന്നാൽ ഒരു വ്യക്തിയെ വൈയക്തികമായി അയാൾ മുസ്ലിക്കാകുന്നു, അയാൾ ബഹുവിശ്വാസിയാകുന്നു, അയാൾ കാഫിറാകുന്നു എന്ന് പറയാൻ മുസ്ലിമായ ഒരു വ്യക്തിയെ പറ്റി നിവർത്തില്ല. കാരണം അയാൾ മുസ്ലിമാണ് എന്നത് യഖീനാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് യഖീനായ കലിമത്ത് പ്രഖ്യാപിച്ച് അല്ലെങ്കിൽ ജന്മം കൊണ്ട് മുസ്ലിമായി യഖീനായ നിലയ്ക്ക് ഇസ്ലാമിൽ വന്ന ഒരാൾ സമാനമായ യഖീന് കൊണ്ടല്ലാതെ അതിന് പുറത്തു പോകാൻ പാടില്ല. യഖീന് കൊണ്ട് കയറിയ ഒരാളെ യഖീന് കൊണ്ട് മാത്രമേ പുറത്തേക്ക് പോകുള്ളൂ, ശക്ക് കൊണ്ട് പുറത്തേക്ക് പോകില്ല. അതുകൊണ്ടാണ് ആ രംഗത്ത് ചില ലവാബിത്തുകൾ പണ്ഡിതന്മാർ നിശ്ചയിച്ചത്. ഇവിടെ നമ്മളെപ്പോലുള്ള സാധുക്കൾ കൈകാര്യം ചെയ്യേണ്ടുന്ന ഏരിയ അല്ല അത്. നമ്മുടെ ഈമാൻ തന്നെ ഒരു പക്ഷെ നഷ്ടപ്പെട്ടു പോകാൻ നിമിത്തമാകുമോ എന്ന സൂക്ഷ്മത കൊണ്ടാണ് ആ പദം പ്രയോഗിക്കുന്നിടത്ത് നമ്മളൊക്കെ കുറച്ചുകൂടെ ജാഗ്രത പാലിക്കുന്നത്. അല്ലാഹു